അനു ഒരു 2 മിനിറ്റ് സംസാരിക്കാവോ? ഇനിയും എന്ത് പറയാൻ? ഞാൻ ഒരുപാട് നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്നതാണ്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. വെറുമൊരു ഇഷ്ടമല്ല, ജീവിതകാലം മുഴുവൻ കൂടെ വേണമെന്നുള്ള സ്നേഹം. തന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതും പറഞ്ഞ പിറകെ നടക്കലെന്ന്. എനിക്ക് മറ്റൊരാളെ ഇഷ്ടമാ. അഖിലല്ലേ? അതെ, അവൻ വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അനു, നീ എന്നെ സ്വീകരിക്കണമെന്ന് പറയാനല്ല ഞാനിപ്പോൾ വന്നത്. ഒരു കാര്യം പറഞ്ഞിട്ട് പോകാനാണ്. എന്താ? നീ സ്നേഹിക്കുന്ന അഖിൽ ഒരു MLA-യുടെ മകനാണെന്ന് എനിക്കറിയാം. പക്ഷെ അതല്ല പ്രശ്നം. അവൻ ഇതിനു മുമ്പ് പല പെൺകുട്ടികളെയും പ്രണയിച്ച് ചതിച്ചിട്ടുണ്ട്. അവരിൽ ചിലർ ഇന്നും ആ വേദനയിൽ നിന്ന് പുറത്തു വന്നിട്ടില്ല. മതി, നിർത്ത്. അഖിലിനെ കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടിപ്പോരുത്. ഞാൻ കള്ളം പറയുന്നില്ല. നിനക്ക് വിശ്വാസമില്ലെങ്കിൽ അന്വേഷിച്ചു നോക്ക്. ഞാൻ നിന്നെ സ്വന്തമാക്കാൻ വേണ്ടിയല്ല പറയുന്നത്. നീ നാളെ കരയാതിരിക്കാനാണ്. നിങ്ങൾക്ക് അസൂയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്നത്. അസൂയ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ സന്തോഷം ഞാൻ ആഗ്രഹിക്കില്ലായിരുന്നു. എനിക്ക് നിന്നെ നഷ്ടപ്പെടുന്നത് സഹിക്കാം, പക്ഷേ നിന്നെ ആരെങ്കിലും നശിപ്പിക്കുന്നത് കണ്ടിരിക്കാനാവില്ല. എന്നാ ഞാൻ അവനെ കൊല്ലും. ആരാ അത്? അതൊരു ഫ്രോഡ് കേസാണ്. പതുക്കെ. ഓക്കെ, നോക്കി വീഴല്ലേ? നോക്കി നോക്കി. പോടുന്നു. നമ്മളെന്തിനാ ഇവിടെ വന്നേക്കുന്നേ? ഒരു സർപ്രൈസ് ഉണ്ട്. വാ വാ ഇങ്ങ്. സർപ്രൈസോ? ആന്ത് സർപ്രൈസാ? നീ വാ, കാണാലോ. എന്ത് രസമല്ലേ? ദേ, അവിടെ നിന്ന് നോക്കിയാ നല്ല രസം. നോക്കിയേ, അവിടെ ഉണ്ട് കുഞ്ഞു വെള്ളച്ചാട്ടം. നീ അത് കണ്ടോ? നോക്കിയേ. അതിന്റെ ഭംഗി അതാണ്.
ഹലോ. ഇവരൊക്കെ ആരാ? ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഫ്രണ്ട്സോ? ആ, അതിന് നീ എന്താ പേടിക്കുന്നേ? എനിക്ക് എന്റെ വീട്ടിൽ പോണം. പോയോ? എങ്ങോട്ട്? വിടാനെ. എന്തോ നിക്കവിടെ. വേണ്ട, വിടാൻ. എവിടെ പോട? മാറ്. എന്റെ കൈ വിടാനാ പറഞ്ഞത്. ഇനി ഞാൻ പറയും എപ്പ പോണോന്ന്. വിട് വിട് വിട്. ഹലോ. ആ മോളെ പറ. ഹലോ ചേച്ചി. എന്താ മോളെ? ചേച്ചി മോളെ. മോളെ ഹലോ. ഹലോ മോളെ, നീ എന്തൊന്നും മിണ്ടാത്തെ? ആരാ നിന്നെ ഉപദ്രവിക്കുന്നത്? പറ മോളെ. ഹലോ മോളെ, നീ എന്തൊന്നും മിണ്ടാത്തെ? ആരെങ്കിലും അടുത്തുണ്ടോ? ഹലോ. വിട്. വിട്. വിടൻ. വിടൻ. ചേച്ചി. ഹലോ. നിങ്ങൾ വിട്ടോ, ഞാൻ നോക്കിക്കോളാം. ചേച്ചി. ഇത് അവളുടെ ഫോണാണല്ലോ. ഇവിടെ വാട്സ്ആപ്പ് കോളാ. ചേച്ചിയുടെ ഫോണാ. ഫോൺ കെട്ടി. അയ്യോ. Good evening and welcome to M News. We begin tonight with breaking news from the capital. ഇന്നലെ വൈകുന്നേരം കാടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കി. കാടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച പെൺകുട്ടിയുടെ മരണം പോലീസ് അന്വേഷണം ശക്തമാക്കി. പെൺകുട്ടിയെ 4 യുവാക്കളോടും കണ്ടതായി ഒരു തോട്ടം തൊഴിലാളി മൊഴി നൽകി. ഇന്നലെ വൈകുന്നേരം കാടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കി. സംഭവത്തിന് മുമ്പ് ആ പെൺകുട്ടിയെ 4 യുവാക്കളോടൊപ്പം കണ്ടെത്തിയതായി സമീപവാസികൾ പോലീസിനോട് മൊഴി നൽകി. എന്റെ മോളെ കൊണ്ടുപോകല്ലേ, കൊണ്ടുപോകല്ലേ.
മോള് വന്നു. എന്റെ മോള്. അയ്യോ. ചേച്ചി പോവാൻ തന്നെ തീരുമാനിച്ചു. പോണം മോളെ. നമുക്ക് നല്ലൊരു വീട് വെക്കണ്ടേ? എന്നീ വാടക വീട്ടിൽ കിടന്നാ മതിയോ? പിന്നെ നിന്റെ വിവാഹം. സുഖമില്ലാത്ത നമ്മുടെ അച്ഛന് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ആഫ്രിക്കയിൽ തന്നെ പോണം. നീ എപ്പോ വിളിച്ചാലും ഞാനിങ്ങ് എത്തുമല്ലോ. എന്താ ഇതൊക്കെ? എന്ത് പാപമാണ് നമ്മൾ ചെയ്തത്? എനിക്ക് ഫോൺ വന്നപ്പോ ഞാൻ വിശ്വസിച്ചില്ല അച്ഛാ. അവളാനു അങ്ങനെ പോവുന്നു. നമുക്കൊന്നത് അന്വേഷിക്കാമായിരുന്നു. ആരാണ് ചെയ്തത്? ആരെന്റെ കുഞ്ഞിനെങ്ങനെയൊക്കെ? പോലീസ് കേസ് എടുത്തിട്ടുണ്ട്. പക്ഷെ ഒന്നും ക്ലിയർ അല്ല. അവൾ ആരെ കൂടെയൊക്കെ കണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ആരാണെന്ന് പോലും അറിയില്ല. എന്റെ കുഞ്ഞ് ആരെയും വിശ്വസിക്കില്ലായിരുന്നു. എങ്ങനെ അവൾ? ഞാൻ ഇവിടെ ഇല്ലാതിരുന്നത് എന്റെ തെറ്റ്. ഞാനുണ്ടായിരുന്നെങ്കിൽ അവൾക്കൊന്നും പറ്റില്ലായിരുന്നു. അത് നിന്റെ തെറ്റല്ല മോള്. ആരാണ് ചെയ്തതെങ്കിലും ഞാൻ കണ്ടുപിടിക്കും. ഒറ്റ ഒരുത്തനും ഞാൻ വെറുതെ വിടില്ല. പോലീസിന് സമയം കൊടുക്ക അച്ഛാ. അവര് കണ്ടെത്തും. മോൾ എവിടേക്കാ? സ്റ്റേഷനിലേക്ക് അച്ഛാ. കേസിന്റെ കാര്യമൊന്ന് അന്വേഷിക്കണം. അവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ള വിശ്വാസമൊന്നും ഇപ്പോൾ അച്ഛനില്ല മോളെ. എന്തെങ്കിലും ചെയ്യണോ അച്ഛാ? ഇങ്ങനെ ഇരുന്നാ പറ്റില്ലല്ലോ. മാഡം, എസ് ഐയുടെ റൂം ദേ അവിടെ. എന്തെങ്കിലും തുമ്പ് കിട്ടിയോ സർ? പറഞ്ഞില്ലേ, അന്വേഷണം നടക്കല്ലേ. അവളെ അവസാനമായി കണ്ടതാരാണെന്നെങ്കിലും കണ്ടെത്താൻ സമയം വേണം. അവളെന്റെ അനിയത്തിയാണ്. ഞാൻ ആഫ്രിക്കയിൽ ഒരു ചെറിയ കമ്പനിയിൽ ജോലി ചെയ്യുമായിരുന്നു. ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കല്ലേ, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. കുട്ടിയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കി. സംഭവത്തിന് മുമ്പ് ആ പെൺകുട്ടിയെ 4 യുവാക്കളോടൊപ്പം കണ്ടെത്തിയതായി സമീപവാസികൾ പോലീസിനോട് മൊഴി നൽകി. എല്ലാം പോയി. ഇന്നലെ വൈകുന്നേരം കാടിനുള്ളിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ മരണത്തിൽ അന്വേഷണം ശക്തമാക്കി. ഹലോ അഖിൽ, ആരാണ്? നീ ഉറങ്ങുകയാണോ? ആരെ? അവളെ ഓർക്കുന്നില്ലേ? ആരെ? അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു. ആരെ?
നിങ്ങൾ അവളെ തൊട്ട നിമിഷം തന്നെ നിങ്ങൾ മരിച്ചവരാണ്. എന്തായി പറയുന്നേ? നീ ആരാണ്? ഹലോ 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 ഹലോ, നിങ്ങൾ എവിടെയാ? പെട്ടെന്ന് എന്നെ ഫാം ഹൗസിലോട്ട് വരണം. നീ വാ, വന്നിട്ട് പറയാം. കോപ്പിലെ മഴ. എന്താടാ ഈ രാത്രി വിളിച്ചേ? എനിക്കൊരു കോൾ വന്നു. അതുകൊണ്ടെന്താ എത്ര സീൻ? ചിരിക്കാൻ പറ്റിയ കാര്യം നല്ലടാ. എന്താ പറഞ്ഞേ? അവളെക്കുറിച്ച്. അവളെ ഞാൻ സ്നേഹിച്ചിരുന്നു. എന്താ അർത്ഥം? നിങ്ങൾ അവളെ തൊട്ട നിമിഷം നിങ്ങൾ മരിച്ചവരാണെന്ന്. ആ ഒരു ദിവസം ആരെങ്കിലും കണ്ടോ? ആരും കണ്ടില്ല. പക്ഷെ അവരെല്ലാം അറിയുന്ന പോലെയാണ് പറയുന്നത്. അവൻ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടാവും. ഒന്നുമില്ല. ഇത് നമ്മളെ കൊല്ലാൻ വരുന്നതാ. അവൾ ആരാ? അവക്കിനി വല്ല ബോയ് ഫ്രണ്ടും ഉണ്ടായിരുന്നോ? മതി. ഇതാരെങ്കിലും നമ്മളെ പേടിപ്പിക്കാൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നീ അറിയാതെ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിലോ? ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇനി എന്ത് ചെയ്യണം? നമ്മളിനി ഒറ്റയ്ക്ക് നിൽക്കരുത്. അതെ, എല്ലായ്പ്പോഴും ടുഗദർ. ഇത് പോലീസിനോട് പറയണ്ടേ? എന്തിന്? പറഞ്ഞ നമുക്ക് തന്നെ പ്രശ്നമാവും. അപ്പൊ നമ്മൾ എവിടെ പോണേ? അപ്പൊ നിങ്ങൾ 4 പേരും സുഹൃത്തുക്കളാണ് അല്ലേ? അതെ സാർ. അതെ സാർ. അവളെ അവസാനമായി കണ്ടത് നിങ്ങളാണ്? അതെ സാർ. അതെ സാർ. പിന്നെ പാർട്ടിക്ക് പോയി. നമ്മൾ പാർട്ടിക്ക് പോയി സാർ. എവിടെ പോയി? പാർട്ടിക്ക് പോയി സാർ. അവർ കുട്ടികളാണ്. കേസ് നീട്ടരുത് സാർ. ഈ കേസിന്റെ പുറകെ പോയാ മരിച്ചുപോയ അനിയത്തി തിരിച്ചു വരുമോ? ഇല്ല. വല്ല കാശ് കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കൊണ്ട് അത് ഒത്തീർക്കാൻ നോക്ക്. അതാണ് ബുദ്ധി. സാറിന്റെ മുകളിൽ വേറെ ആളുണ്ടോ ഞാൻ നോക്കാം. ഞാൻ നോക്കാം കേട്ടോ, ഞാൻ നോക്കാം. ശരി. വലിയ ഉപകാരം സർ. അതൊന്നും എടുത്ത് മാറ്റി. അടുത്ത ആഴ്ച വർക്ക് കംപ്ലീറ്റ് ആവണം. അതൊക്കെ ഞാൻ നോക്കിക്കോളാം. അച്ഛൻ ചെന്നൈയിൽ നിന്ന് എത്തുമ്പോൾ വഴക്ക് മുഴുവൻ എനിക്കാ കിട്ടുന്നത്. പണിക്കാരെല്ലാം പോയി. ശരി, ഓക്കെ. ഹലോ. ഹലോ രാഹുൽ, നീ ആരാ? നിനക്ക് ഉയരങ്ങൾ ഇഷ്ടമല്ലേ?
ഉയരങ്ങളോ? നീ ആരടാ? ഇന്ന് അവസാനമായി കാണും. ഞാൻ നിന്റെ തൊട്ടടുത്തുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച 15-കാരിയുടെ കേസിൽ വലിയ വഴിത്തിരിവ്. ഹലോ, ഈ ബോഡി ആരും ടച്ച് ചെയ്യരുതേ. സാർ, ഇതൊരു റാൻഡം മർഡർ ആണോ? ഇത് റാൻഡം അല്ല, ഇതൊരു തുടക്കമാണ്. ഇയാളാണ് ആദ്യം കണ്ടത്? അതെ സാർ, അതെ. ആദ്യം ഞാനാ കണ്ടത്. സാർ, ഇതൊരു ആക്സിഡന്റ് അല്ല. സൂസൈഡ് ആയിരിക്കും സാർ. അവൻ താഴേക്ക് ചാടിയതാവില്ല, ആരെങ്കിലും തള്ളിയിട്ടതാവും. സംഭവവുമായി ബന്ധപ്പെട്ടതായി സംശയിക്കുന്ന ഒരു യുവാവിനെ കെട്ടിട നിർമ്മാണ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഹലോ, എവിടെയാടാ നീ? നീ നമ്മളെ ഫാം ഹൗസിലോട്ട് വാ. ഇത് ആക്സിഡന്റ് അല്ല. അതെ, ആരോ നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. രാഹുൽ നമ്മളോട് പറഞ്ഞതല്ലേ ആ കാൾ. ആരാണ് പുള്ളി? എന്തിനാണ് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്നത്? Shut up! ഒന്നും സംഭവിച്ചിട്ടില്ല. ഒന്നും സംഭവിച്ചില്ലെന്നോ? രാഹുൽ മരിച്ചിരിക്കുന്നു. പേടിച്ചാൽ നമുക്ക് നാശം. നമ്മളിൽ ഒരാളാണെങ്കിൽ എന്താ അർത്ഥം? അന്ന് ആ ദിവസം അവൾ. അത് നീ വീണ്ടും പറയണ്ട. പക്ഷെ അവളെ, അത് കഴിഞ്ഞ കഥയാണ്. ആണോ? അവളെ വീട്ടുകാർ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എടുക്കരുത്. ഹലോ ഹലോ അഖിൽ, ഒന്നാമൻ കഴിഞ്ഞു. ഇനി 3 പേർ ബാക്കി. ഹലോ ഹലോ, അവൾ നമ്മളെ കൊല്ലും. പോലീസിനോട് പറയണം. നോ, പോലീസിനോട് പറഞ്ഞാൽ നമ്മളെ രക്ഷിക്കാനാവില്ല. എന്തിനാ നമുക്കിങ്ങനെ? നമ്മൾ ചെയ്തതുകൊണ്ട്. നമ്മളിനി ഒറ്റയ്ക്കല്ലേ ഇരിക്കട്ടെ. എന്താ പ്ലാൻ? നാളെ മുതൽ എല്ലാരും ഒരേ സ്ഥലത്ത്. പോലീസ് പ്രൊട്ടക്ഷൻ. നിന്റെ അച്ഛൻ MLA ആണ്ട് അത് നടക്കും. ഓക്കെ, പോയിട്ട് വാ. ഹലോ. ഹലോ നവീൻ. ഹലോ ആരാ? ഞാൻ നിന്റെ ഗോഡൌണിലുണ്ടല്ലോ. ഗോഡൌണോ? നിന്റെ തൊട്ടുപുറകിൽ ഞാനുണ്ട്. നീ ആരാ?
15-കാരിയുടെ ദുരൂഹമരണവുമായി ബന്ധപ്പെട്ട് രണ്ടാമത്തെ യുവാവും കൊല്ലപ്പെട്ടു. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന സംശയം ശക്തമാക്കുന്നു. പ്രസിദ്ധ മാർബിൾ ഷോപ്പ് ഉടമ RS ബാബുവിന്റെ മകൻ നവീനാണ് കൊല്ലപ്പെട്ടത്. ഒരാഴ്ചക്കുള്ളിൽ 2 മരണങ്ങൾ. ഇതൊരാൾ തന്നെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണമാണോ? മരണത്തിന് മുമ്പ് ഫോൺ കോൾ. ഒരാൾ ലക്ഷ്യമിട്ട് വേട്ടയാടുകയാണോ? പെൺകുട്ടിയുടെ മരണവുമായി ഈ കൊലപാതകത്തിന് ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. ആദ്യ രാഹുൽ. കോമൺ ലിങ്ക് എന്താണ്? ഫ്രണ്ട് സർക്കിൾ. എക്സാക്ട്ലി. ഇവരാണ് നെക്സ്റ്റ് ടാർഗറ്റ്. സാർ അവർക്കത് അറിയാമോ? അറിയാം. അതുകൊണ്ടാണല്ലോ അവർ പേടിയുന്നത്. 1, ഇവർ ജീവിച്ചിരിക്കണം. 2, കില്ലറെ പിടിക്കണം. അവർ ഒരേ സ്ഥലത്ത് കൊണ്ടുവരണം. സേഫ് ഹൗസ്. അതുമാത്രം പോരാ, അവരെ പുറത്തേക്ക് വരുത്തണം. കില്ലർ ഒളിച്ച് കളിക്കുന്നില്ല, എന്നാൽ അവൻ കളിക്കുന്നു. അതിനാൽ നമ്മൾ ചൂണ്ടയിടുന്നു. എത്ര വിലയാ പറഞ്ഞിരിക്കുന്നത്? ഞാൻ ആ കാര്യം ചെയ്തിട്ടുണ്ട്. നീ ആ നാളെ അത് എന്നെ കയറ്റി വിടും. ചേട്ടാ ഇന്നത്തെ ലോഡ് കയറ്റി വിട്ടു. ആ പൊളിച്ച കാറിന്റെ ഒരു പൊടി പോലും ബാക്കിയില്ല. ഇനി സേഫ് അല്ലേ? സേഫ് ആണോ? ഈ ബിസിനസ്സിൽ സേഫ് ഒന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ സ്മാർട്ടായാൽ മതി. ചേട്ടാ പോലീസ് എൻക്വയറിക്കാൻ പറ്റുമോ? വരുമോ? അത് നീ അങ്ങ് വിട്ടേക്കേ. അങ്ങനെ ഒരു കാർ നമ്മൾ കണ്ടിട്ടേ ഇല്ല. മനസ്സിലായോ? എടാ, സ്റ്റാഫുകളെല്ലാം പോയോ? പോയി ചേട്ടാ. നീ ഇതിലെ പാർട്സുകളെല്ലാം എടുത്തു വെക്ക്. അയാളെങ്കിൽ രാവിലെ ഇങ്ങ് വരും. ശരി ചേട്ടാ. ശരിടാ. ഹലോ ജിബിൻ, വാഹനങ്ങളുടെ അവയവങ്ങളെ മുറിച്ചു മാറ്റുന്നവൻ. ആരാടാ നീ? ഓർമ്മയില്ലേ നിനക്ക് ആ ദിവസം അവളുടെ നിലവിളി കേട്ടില്ലേ നീ? നിന്നെയും കാത്ത് ഞാൻ നിന്റെ ഗോഡൌണിലുണ്ട്. കൊലപാതക പരമ്പര. അനു എന്ന 16-കാരിയുടെ മരണവുമായി ബന്ധപ്പെട്ട് 3ാമത്തെ സുഹൃത്തും കൊല്ലപ്പെട്ടു. ജീപ്പിനാണ് കൊല്ലപ്പെട്ടത്. കാർപ്യാർഡ് ഗോഡൌണിൽ നിന്നാണ് 3ാമത്തെ മൃതദേഹം കണ്ടെടുത്തത്. സഹോദരനായ സുബിൻ തലക്കടിയേറ്റ അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ. മരണത്തിന് മുമ്പ് ഈ യുവാവിനും ഒരു ഫോൺ കോൾ ലഭിച്ചതായി വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നമ്പറിന്റെ ഉടമയെ കണ്ടെത്താൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ഇത് തുടർച്ചയായ കൊലപാതക പരമ്പരയാണ്. പ്രണയ പ്രതികാരമാകാം, സൈക്കോളജിക്കൽ കില്ലറാകാം. എന്തുകൊണ്ട് ഈ സുഹൃത്തുക്കളെ പോലീസ് ചോദ്യം ചെയ്തിട്ട് വെറുതെ വിട്ട് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. ഹലോ ഹലോ അഖിൽ, ഇനി ഒരാൾ മാത്രം കാക്കാം. നീ നിന്റെ ആയുസിനെ വെറും 24 മണിക്കൂർ
മാത്രം. ആരാണ് നീ? ആരാണ്? ഇത് പോസിബിൾ അല്ല. നഗരത്തിൽ സുഹൃത്തുക്കളായ 3 യുവാക്കൾ ദിവസങ്ങളുടെ ഇടവേളകളിൽ കൊല്ലപ്പെട്ടു. കൊലയാളിയെ കണ്ടെത്താൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. സിറ്റിയിലെ സ്കോർപിയാഡ് ഉടമസ്ഥൻ ജിബിനാണ് കൊല്ലപ്പെട്ടത്. സഹോദരൻ ഐസിയുവിൽ അബോധാവസ്ഥയിൽ തുടരുന്നു. അതിദാരുണമായാണ് ജിബിനെ കൊലപ്പെടുത്തിയത്. നെഞ്ചിൽ ആഴത്തിലുള്ള 10-ലേറെ മുറിവുകൾ. അനു എന്ന പെൺകുട്ടിയുടെ മരണത്തിൽ പോലീസ് മെല്ലപ്പൊക്ക നിലപാടാണ് സ്വീകരിച്ചതെന്ന് പരക്കെ സംസാരമുണ്ട്. പിന്നെ അടുത്ത 3 യുവാക്കളുടെ മരണവും അതിദാരുണമായാണ് ജിബിനെ കൊലപ്പെടുത്തിയത്. നെഞ്ചിൽ ആഴത്തിലുള്ള 10-ലേറെ മുറിവുകൾ. വൈകുന്നേരം 6 മണിക്ക് ശേഷമാണ് കൃത്യം നടന്നിരിക്കുന്നത്. ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. എന്നാൽ കറുത്ത വസ്ത്രങ്ങൾ അണിഞ്ഞ ഒരു യുവാവ് ഗോഡൌണിന് മുന്നിൽ നിന്നും അതിവേഗം ബൈക്കിൽ ഓടിച്ചു പോയതായി ദൃക്സാക്ഷികൾ പറയുന്നു. അനുവിന്റെ മരണത്തിൽ ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ ഉള്ളതിനാലാണ് കുറ്റവാളികൾ രക്ഷപ്പെട്ടതെന്ന് പരക്കെ ജനങ്ങൾ ഇതിന്റെ പിന്നിൽ അവക്കിനി വല്ല പ്രേമോ മറ്റോ ഉണ്ടായിരുന്നോ? അതിദാരുണമായാണ് ജിബിനെ കൊലപ്പെടുത്തിയത്. നെഞ്ചിൽ ആഴത്തിലുള്ള 10-ലേറെ മുറിവുകൾ. Madam, we have reviewed your complaint. We will launch a full investigation into the matter immediately. Thank you, sir. അച്ഛാ, ഇപ്പോഴെന്താ പ്രശ്നം? അവര് 3 പേരും അറിയാം. അച്ഛാ, ഇത് റാൻഡമല്ല. ക്ലിയർ ആയിട്ട് പറ. നമ്മൾ അവരെ കൊണ്ടുപോയി, സത്യമാണ്. പക്ഷേ കാര്യങ്ങൾ കൈവിട്ടു പോയി. മണ്ടന്മാരെ, നിനക്കറിയോ ഇത് പുറത്തു പോയാൽ എന്ത് സംഭവിക്കുന്നു? എന്റെ കരിയർ, എന്റെ പൊസിഷൻ എല്ലാം പോയി. അച്ഛാ, അവൻ നമ്മളെ കൊല്ലുന്നു. അവൻ അടുത്ത ഞാനായിരിക്കും. ഞാൻ പറയുന്നത് കേക്ക്. ഇനി നീ പുറത്തു പോകുന്നില്ല. പോലീസ് പ്രൊട്ടക്ഷൻ അറേഞ്ച് ചെയ്യാം. ഹലോ, SP യോടൊന്ന് സംസാരിക്കണം. അതെ അതെ അതെ, വന്നിട്ടുണ്ട്. അത് സംസാരിക്കും. സർ, MLAയുടെ വീട്ടിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ റോഡുകളിലും കർശന വാഹന പരിശോധനയും ഉണ്ടായിരിക്കും. അതിലേതൊരു പഴുതും ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. നിങ്ങളറിയാതെ ഒരു ഈച്ച പോലും കയറി, മനസ്സിലായോ? രണ്ട് ഗേറ്റിലും സർ ഓരോരുത്തർ വീതം ഉണ്ടായിരുന്നു. ആൾ റൗണ്ട് സെക്യൂരിറ്റിയാണ് സാർ. എന്താ ഇവിടെ ശബ്ദം? അത് വിൻഡായിരിക്കാം സർ. ധൈര്യം ഉറങ്ങിക്കോളൂ, ഞാൻ നോക്കിക്കോളാം. എല്ലാം ഓക്കെയാണ് സർ. എല്ലാം ഓക്കെയാണ് സർ. മോനെ,
മീര ഇവളോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സംസ്ഥാനത്തെ നടുക്കിയ 3 കൊലപാതകങ്ങളും 4ാമത്തെ യുവാവിന്റെ മരണവും. ഈ കേസിൽ പ്രതിയായ ആളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ആളൊരു യുവാവല്ല, യുവതിയാണ്. 30 വയസ്സുള്ള ഒരു വനിത. പേര് മീര. ആരാണ് ഈ മീര? സ്വന്തം കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ആഫ്രിക്കയിൽ സെക്യൂരിറ്റി ഗാർഡായി ജോലി തേടി പോയവൾ. ഹലോ ചേച്ചി, ചേച്ചിനെ രക്ഷിക്ക്. എന്താ മോളെ? ഹലോ, എന്താ പ്രശ്നം? ഹലോ, രക്ഷിക്ക്. ഹലോ ഹലോ, ഫോൺ എടുക്കോ? ഹലോ 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 മോളെ, കേൾക്കുന്നില്ലേ? I want to go India immediately. Please, sir. ഹലോ രാഹുൽ, നിനക്ക് ഉയരങ്ങൾ ഇഷ്ടമല്ലേ? ഹലോ ഹലോ രാഹുൽ, നീ ആരാ? നിനക്ക് ഉയരങ്ങൾ ഇഷ്ടമല്ലേ? ഉയരങ്ങളോ? നീ ആരാടാ? ഇന്ന് അവസാനമായി കാണൂ. കണ്ണീരിൽ കത്തിമൂർച്ചയാക്കി മൗനത്തിൽ പക കത്തിച്ചവൾ ചെറുവീട്ടിൻ വിളക്കണഞ്ഞപ്പോൾ ചേതന മുഴുവൻ തീയായവൾ. ചിരിച്ചിരുന്ന കുഞ്ഞ സഹോദരി ചിതലായി മണ്ണിൽ വീണപ്പോൾ നിയമം പോലും കാഴ്ച കണ്ടു നീതിയില്ല. രാത്രി നീണ്ടപ്പോൾ മുഖം മറച്ചൊരു പേമാരി നിഴൽ പോലെ നീങ്ങുന്നു. കയ്യിൽ ചോരയുടെ ഗന്ധവുമായി ഉറന്നായി വേട്ടയാടുന്നു. ഇത് പകയുടെ ഇരുളിൽ കത്തുന്ന യുദ്ധം. ഒരു പെൺകണ്ണീർ വീണാൽ നഗരം മുഴുവൻ ചുവക്കും. അവൾ വരും കാറ്റിൽ മരണശബ്ദമായി. അവൾ വരും ദേവിയായി. അവൾ വരും അജ്ഞാത നിഴൽ രൂപമായി. അവൾ വരും അവസാനം വരെ വേട്ടയായി.
സംഭവവുമായി ബന്ധപ്പെട്ടതായി സംശയിക്കുന്ന ഒരു യുവാവിനെ കെട്ടിട നിർമ്മാണ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തി. ഹലോ നവീൻ, ഞാൻ നിന്റെ ഗോഡൌണിലുണ്ടല്ലോ. നിന്റെ തൊട്ടുപിറകിൽ ഞാനുണ്ട്. ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല എന്ന സംശയം ശക്തമാക്കുന്നു പ്രസിദ്ധ മാർബിൾ ഷോപ്പ് ഉടമ RS ബാബുവിന്റെ മകൻ നവീനാണ് കൊല്ലപ്പെട്ടത്. ഹലോ ജിബിൻ, വാഹനങ്ങളുടെ അവയവങ്ങളെ മുറിച്ചു മാറ്റുന്നവൻ. ഓർമ്മയില്ലേ നിനക്ക് ആ ദിവസം അവളുടെ നിലവിളി കേട്ടില്ലേ നീ? നിന്നെയും കാത്ത് ഞാൻ നിന്റെ ഗോഡൌണിലുണ്ട്.
ഓർമ്മയുണ്ടോടാ നിനക്ക്? ആ! ഇത് പകയുടെ നൃത്തം, തീയിൽ ജനിച്ച ശക്തി, ഒരു സഹോദരിയുടെ കണ്ണീർ ലോകം മുഴുവൻ ചുട്ടെരിക്കും. അവൾ വരും അജ്ഞാത നിഴൽ രൂപമായി, അവൾ വരും അവസാനം വരെ വേട്ടയായി. അയ്യോ, എന്തു പറ്റി മോളെ? അയ്യോ, നല്ല മഴയായിരുന്നല്ലോ അമ്മേ. ഞാൻ വന്ന് ഓട്ടോ സൈഡ് കൊടുത്തതാ, ഒരു ലോറി വന്ന് തട്ടി, ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു. അയ്യോ, ഏയ്, അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. കുഴപ്പമൊന്നുമില്ല. സൂക്ഷിക്കണേ മോളെ, നമുക്ക് ഒന്നാമത് ശത്രുക്കളൊക്കെ ഉള്ളതാ. പേടിക്കണ്ട, സാരമില്ലമ്മേ, ഞാനൊന്ന് കിടക്കട്ടെ. അവൾ വരും അജ്ഞാത നിഴൽ രൂപമായി, അവൾ വരും അവസാനം വരെ വേട്ടയായി. We will launch a full investigation into the matter immediately. താങ്ക് യു സർ. നിന്റെ ആയുസിന് വെറും 24 മണിക്കൂർ മാത്രം. ആരാണ് നീ? ആരാണ് ഇത്? പോസിബിൾ അല്ല. MLAയുടെ വീട്ടിലേക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ റോഡുകളിലും കർശന വാഹന പരിശോധനയും ഉണ്ടായിരിക്കണം. അതിലേതൊരു പഴുതും ഉണ്ടാവാൻ പാടില്ല.
എന്നെ മനസ്സിലായോ? നീ ഇവിടെ എങ്ങനെ? ഓ, അതാണ് പ്രശ്നം. നിനക്ക് ഓർമ്മയുണ്ടോ ആ ദിവസം, ആ കാട്? അവള് കരഞ്ഞപ്പോ നീ കേട്ടില്ലേ? ശബ്ദിക്കരുത്, നിന്റെ അച്ഛന്റെ പോലീസാ. അവളുടെ നിലവിളി ഞാൻ കേട്ടു, നീ കേട്ടില്ല. ഇനി നിങ്ങൾ വിട്ടോ, ബാക്കി ഞാൻ നോക്കിയോളാം. അലിയ, ഞാൻ പോയി നോക്കിയിട്ട് വരാം. നീ എന്തോടാ ചെയ്യുന്നേ? ചാകാൻ വന്നവളെ കൊല്ലണ്ടടാ. എന്താടി നീ പറഞ്ഞ? എന്റെ അച്ഛന്റെ MLA തന്നെ കളിക്കുന്നല്ലേ? നീ എന്ത് കായികടി ഇപ്പോ? ചാവടി, ചാവ്. അവള് മരിച്ചതാണ് തോന്നുന്നത്. ചതിച്ചോല്ലാടാ അവൻ. നീ ആരാടാ? കില്ലറാ? ഞാനാടാ കില്ലർ. മീര, ഇവളോ? എന്റെ മോനെ നീ എന്താണ് ഈ ചെയ്തത്? എന്റെ അനിയത്തി പോയടത്തേക്ക് ഞാൻ അവനെ പറഞ്ഞയച്ചു. നിശബ്ദമായൊരു വഴിയിലൂടെ നീ നിഴലായി മാത്രം നടന്നു. സ്വപ്നങ്ങളെല്ലാം കാറ്റായി പോയി, കണ്ണീരിൽ മാത്രം നീ നിന്നിരുന്നു. ചിരിക്കാൻ പഠിച്ച കാലം പോയി, ചിതലായി ഹൃദയം തകർന്നപ്പോ നീതിയില്ലാത്ത ഈ ലോകത്തിൽ നീ മാത്രം കുറ്റക്കാരിയായോ? കൈകളിൽ വീലൻ ഹൃദയം തീയിൽ, കണ്ണുകളിൽ തീർന്ന കഥകളോ, ജീവിതം മുഴുവൻ നീ താങ്ങിയ വേദന ഒരു വാക്കിൽ പറയാൻ കഴിയുമോ? Accused is Meera, who works as a security guard in Africa. മേഡം, മേഡം, 4 കൊലപാതകങ്ങളും മേഡമാണോ ചെയ്തത്? എന്തിനു വേണ്ടി?
നിയമം വൈകി, ഞാൻ വൈകില്ല. ചെറുചിരിയോടെ പോയ സഹോദരി ഓർമ്മകളിൽ മാത്രം ജീവിക്കും. നീ തെറ്റുകാരിയാണോ അല്ലെങ്കിൽ നീതി തേടിയാണോ? ഈ മണ്ണ് ചോദിച്ചില്ല ഒരിക്കൽ പോലും നിന്റെ കഥ കൈകളിൽ വിലങ്ങ് നീ എപ്പോ വിളിച്ചാലും ഞാനിങ്ങ് എത്തുമല്ലോ. നിശബ്ദം ജീവിതം അവസാന പേജിലേക്ക് സ്വപ്നങ്ങളെല്ലാം മണ്ണിൽ മറഞ്ഞു. നീ മാത്രം വഴിയരികിൽ നിൽക്കുന്നു. തിരിച്ചു വരാനില്ല ഇനി നീ. നിഴലായി മാത്രം